ഹായ് ഹലോ, ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വന്നത് നമ്മുടെ 40 കഴിഞ്ഞവരുടെയും അല്ലാതെ തന്നെ എല്ലിനൊക്കെ നല്ല ബലക്കുറവുള്ളവരുടെയൊക്കെ എല്ലിന് ബലം കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ചെറിയ ചെറിയ ഓരോ എൻ്റെ അറിവിലേക്ക് വന്ന ചെറിയ കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ വന്നേക്കുന്നത്. ആ അറിവുകൾ കേൾക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ വീഡിയോകൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിനോ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ആവശ്യമായിട്ട് വരുമെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്ഡേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ എല്ലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിറ്റാമിൻ ഡിയും ഒന്ന് കാൽഷ്യവുമാണ്. ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ രാവിലെ മസ്റ്റായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് നടക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ശ്വാസം മുട്ടലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില പ്രയാസങ്ങൾ കാരണം നടക്കാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡ് വെക്കേണ്ട. രാവിലെ ഒരു സൂര്യോദയത്തിന് മുമ്പായിട്ട് കുറച്ച് നേരം നടക്കുന്നത് ആരോഗ്യത്തിന് എന്തുകൊണ്ടും ബെറ്ററാണ്. പോരാത്തതിന് നമ്മുടെ എല്ലുകൾക്ക് നല്ല ബല കൂടുതലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് വേണ്ട നമുക്ക് ഭക്ഷണങ്ങളെന്ന് വെച്ചാൽ മിൽക്ക്, പാല്, എഗ്ഗ്, മുട്ട, അതുപോലെ തന്നെ നമുക്ക് ഇലക്കറികളൊക്കെ ഉണ്ടല്ലോ, ഇല വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ, അതുപോലെ കുറേ വെജിറ്റബിൾസ്, മീറ്റ് എന്നിവയൊക്കെ ധാരാളം കഴിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മുടെ എല്ലിന് നല്ല ബലം കൊടുക്കുന്ന ആഹാര സാധനങ്ങളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഡയറ്റാണ്. വാരി വലിച്ചിട്ടുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ മാറ്റിയിട്ട് മീഡിയം, അതായത് ഡയറ്റ് എന്ന് പറയുമ്പോൾ ചിലർ ഒന്നും കഴിക്കാണ്ടുള്ള ഓരോ ഡയറ്റിങ്ങും പ്ലാനിങ്ങും യൂട്യൂബ് അത് ഇതുമൊക്കെ നോക്കിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു ഡയറ്റിംഗ് പ്ലാനൊക്കെ ക്രമീകരിച്ച് ആ രീതിക്ക് ഡയറ്റുകൾ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് കാൽഷ്യം, വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ്. അതുപോലെ തന്നെ എസ്പെഷ്യലി ലേഡീസൊക്കെ ആണെങ്കിൽ 30 വയസ്സൊക്കെ കഴിയുമ്പോൾ ബിക്കോസ് ഓഫ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് കഴിഞ്ഞ ലേഡീസുകൾ, അല്ലെങ്കിൽ പീരിയഡ്സ് സമയമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമുള്ള 30 വയസ്സ് ഏജിന് ശേഷമുള്ള ലേഡീസുകൾ, അവർക്ക് എല്ലിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കുറഞ്ഞു വരുന്ന ടൈമാണ്. അപ്പോൾ അവർക്ക് ഈ സപ്ലിമെൻറ്റേഷനൊക്കെ നല്ല അത്യാവശ്യമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്, ഒരു പ്രായമാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂടുതലും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ട് അവർ നമുക്ക് തരുന്ന സപ്ലിമെൻറ്റേഷൻസൊക്കെ മേടിച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഈ വിറ്റാമിൻ ഡിയും കാൽഷ്യവും ഉറപ്പായിട്ട് അത് ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളാണുള്ളത് അത് കഴിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ.